എന്തായാലും ഒരുപാട് സന്തോഷം. 23 വർഷമായിട്ട് ഒരു സ്ഥാപനം ഇങ്ങനെ ഒരുപാട് പേർക്ക് വീട്ടുജോലിയായാലും ഹോം നഴ്സിംഗ് ആയാലും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് ഇങ്ങനെ ആതുര സേവന രംഗത്തൊക്കെ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ, അത്രത്തോളം നല്ല രീതിയിൽ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം ചെയ്താൽ മാത്രമേ ഇത്രത്തോളം വർഷമൊക്കെ തന്നെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുള്ളൂ. ഞാൻ ഇപ്പോൾ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഏകദേശം 5ഓളം സ്ഥാപനങ്ങൾ ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിൻ്റെ പേര് നമ്മുടെ വിവിധ ജില്ലകളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അവർക്ക് നിങ്ങളുടെ അസോസിയേഷൻ, നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഇത്രയും അമ്മമാരുണ്ട്, ഇത്രയുമല്ല ഇനി അമ്മമാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെയൊക്കെ തന്നെ നിങ്ങൾ തോളോട് തോൾ ചേർത്ത് നിർത്തി അവരെയൊക്കെ തന്നെ ഓണാഘോഷത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ കണ്ട് അവർക്ക് ഓണക്കോടി വിതരണം ചെയ്യുന്നതിന്, അവർക്കൊരു ഓണ സമ്മാനം കൊടുക്കാൻ നിങ്ങൾ കാണിച്ച ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെയൊക്കെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോട് കൂടിയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് കർക്കിടകമാണ്, കർക്കിടകത്തിൻ്റെ അവസാനത്തെ നാളുകളാണ് എങ്കിൽ നമ്മളൊക്കെ തന്നെ ഏകദേശം ഒരു 5-6 ദിവസങ്ങൾക്ക് മുമ്പേ ഓണത്തിന് പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇത്രത്തോളം നേരത്തെ ഓണം എത്തിയോ എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോഴും ഭയങ്കര ഓണം എന്ന് പറയും പലപ്പോഴും നമ്മൾ വിചാരിക്കും പക്ഷെ ഇപ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മളൊക്കെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെയുള്ള ഓണത്തിൻ്റെ അത്രത്തോളം ഒരു ആഘോഷം ഇപ്പോൾ എത്തുന്നില്ല, വെറുതെ ഒരു ചടങ്ങായിട്ട് മാത്രം പല സ്ഥലത്ത് ചെല്ലുമ്പോൾ തോന്നാറുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ഓണം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അത്തപ്പൂക്കളുണ്ട്, ചോടസദ്യ ആയാലും ഒക്കെ തന്നെ 10 ദിവസം മൊത്തം ഇടുന്നതും ഒക്കെ തന്നെ നമുക്ക് അത് ഒരു ഒത്തൊരുമയുടെ ഒരു ഇതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ചടങ്ങിന് പൂക്കൾ, ഓണത്തിന് പൂക്കൾ പോലും നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൂക്കൾ വെച്ച് ഓണത്തിന് അത്തമിടുന്നു. സദ്യകളിൽ തന്നെ പണ്ടൊക്കെ തന്നെ ഇലകളിലായിരിക്കും സദ്യ വിളമ്പത്. ഇപ്പോൾ ഇലകൾ പോലും ആർട്ടിഫിഷ്യലി മെയ്ഡായിട്ടുള്ള ഇലകളൊക്കെ വെച്ചിട്ട് സദ്യ ഉണ്ടാക്കുന്നു, അതിൽ കഴിക്കുന്നു. ഫുഡൊക്കെ പലപ്പോഴും ആളുകൾ എനിക്കിന്ന് സദ്യ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി സദ്യ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓർഡർ ചെയ്യാം. എല്ലാം നമുക്ക് ആർട്ടിഫിഷ്യൽ എല്ലാം നമുക്ക് കിട്ടുകയാണ്. നമുക്കൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒത്തിരി കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയൊക്കെ തന്നെ നമ്മുടെ മക്കൾക്ക് അറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും അറിയില്ല, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അറിയില്ല എന്താണ് ഓണം, അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഐതിഹ്യം എന്താണ്, മാവേലി എന്താണ്, മാവേലി തമ്പുരാൻ എങ്ങനെയാണ് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് എന്നൊക്കെ തന്നെ നമ്മുടെ പല മക്കൾക്കും അറിയാത്ത സാഹചര്യമാണ്. നമ്മൾ വരികളിലൂടെ പറയും മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഒരു പ്രതീക്ഷയുണ്ട്. എപ്പോഴും പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാവേലി തമ്പുരാൻ ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടുള്ള അസുഖങ്ങളോ ഒന്നുമില്ല, എല്ലാവരെയും ഒരേ രീതിയിലാണ് കണ്ടിരുന്നത്. ഒരു പ്രശ്നങ്ങളോ തർക്കങ്ങളോ വഴക്കുകളോ അവിടെ ഞാൻ വലുതാണ് ഞാൻ ചെറുതാണ് അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒരേ രീതിയിലുള്ള ഭരിച്ചിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലെങ്കിലും ആഗ്രഹിക്കും ഇനിയും ആ ഒരു നാട്, ആ ഒരു പ്രദേശം എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ, എല്ലാവരെയും ഒരേപോലെ കണ്ട് ഒരേ രീതി നമ്മളെല്ലാവരും സമൃദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി വാഴുന്ന ഒരു സമയം നമുക്ക് എപ്പോഴെങ്കിലും വരണേ എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഇതൊന്നും പലപ്പോഴും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അറിയില്ല. കാരണം അവർ കാണുന്നത് ഓണം എന്ന് പറയുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ അത്തപ്പൂക്കളം മത്സരം വയ്ക്കുക, ഒരു ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തെ ഒരു അവധി കൊടുക്കുമ്പോൾ അവർക്ക് ഓണത്തിൻ്റെ ഹോളിഡേ, അവർക്ക് വേണ്ടത് ഓണം ഹോളിഡേ മാത്രമാണ്. അതെന്താണ് അതിൻ്റെ ചരിത്രമെന്നോ അതെന്താണ് ഓണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഒത്തൊരുമയാണ്, നമ്മുടെ ഒരു ആഘോഷമാണ് എന്നൊന്നും പല മക്കൾക്കും അറിയാത്ത സാഹചര്യമാണ്. ഞാൻ ഓണത്തിൻ്റെ കാര്യം മാത്രമല്ല സൂചിപ്പിക്കുന്നത്, നമ്മുടെ പല ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഉത്സവങ്ങളായാലും ഒക്കെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പലപ്പോഴും അറിയാത്ത സാഹചര്യമാണ്. അതറിയാത്തതല്ല, നമ്മുടെ പലരും അത് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരൻസ് പല പാരൻസും അത് ഇനിഷ്യേറ്റീവ് കൊടുക്കാറില്ല. പക്ഷെ ചിലവർ അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും വീട്ടിനടുത്ത് നടക്കുന്ന കാര്യങ്ങളിൽ പോലും കുട്ടികൾ ഇൻവോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസും ഉണ്ട്. പക്ഷെ ചിലവർ അങ്ങനെയല്ല, ഒരു കാര്യത്തിൽ മക്കൾ ഇടപെടരുത്, മക്കൾ പഠിച്ചാൽ മാത്രം മതി, തൊട്ടടുത്തുള്ള വീട്ടിലെ കാര്യമോ അല്ലെങ്കിൽ നാട്ടിലെ കാര്യമോ ഒന്നും കുഞ്ഞുങ്ങൾ അറിയേണ്ട, സ്വന്തമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് സ്കൂളിൽ പോവുക, വീട്ടിൽ വരിക, മറ്റുള്ള കാര്യമായിട്ട് ബന്ധം വേണ്ട എന്ന് ചിന്തിക്കുന്ന പാരൻസും ഉണ്ട്. ചിലർ അങ്ങനെയല്ല, കുട്ടി എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യണം, സ്കൂളിൽ പഠിത്തം മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഒക്കെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടി മുന്നോട്ട് വരണം എന്ന്, അല്ലെങ്കിൽ കുട്ടി മാതൃകാപരമായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് തന്നെ സമൂഹത്തിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസും ഉണ്ട്. അവരാണെങ്കിലല്ല
നമ്മുടെ ചരിത്രം എന്താണ്, നമ്മുടെ ആചാരം എന്താണെന്നും അനുഷ്ഠാനം എന്താണെന്നും ഒക്കെ തന്നെ നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ തന്നെ നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള മക്കൾ വരുമ്പോൾ അവർക്ക് എല്ലാം, അതായത് അവർക്കറിയാം അവരുടെ അച്ഛനും അമ്മയും ചെയ്തത് കണ്ടിട്ടാണ് അവരെ പഠിക്കുന്നത്. കാരണം അച്ഛനും അമ്മയുമായിരിക്കും അവരുടെ റോൾ മോഡൽസ്. കുഞ്ഞു മക്കൾക്ക് എല്ലാവരും അവർ അച്ഛനും അമ്മയും കണ്ട് തന്നെയാണ് പഠിക്കുന്നത്. അച്ഛനും അമ്മ എന്താണോ കാണിക്കുന്നത് അത് കണ്ടായിരിക്കും അവർ ബാക്കി വളർന്നത്. അച്ഛനും അമ്മയും വഴക്കൂടുമ്പോൾ എന്താണോ പറയുന്നത് അത് ഭയങ്കര ബുദ്ധിയാണ് ഇതിന് കുട്ടികൾക്ക്. അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കും, അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കും. അവർ പറയുന്നത് നാളെ ചിലപ്പോൾ ഈ വഴക്ക് കൊണ്ട് അച്ഛനും അമ്മയും മറന്നുപോകും, പക്ഷേ ഈ കുഞ്ഞിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് നാളെ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞതല്ലേ, അപ്പൊ അച്ഛൻ ഇങ്ങനെയല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയല്ലേ പറഞ്ഞത്, ആ കുഞ്ഞിന്റെ മനസ്സിൽ വ്യക്തമായിട്ട് ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, ചരിത്രങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉത്സവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണുന്നത് ഞാൻ സൂചിപ്പിച്ചു, ഇപ്പൊ എല്ലാം ഒരു ചടങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു സാഹചര്യമാണ്. പക്ഷെ അങ്ങനെ ആവാതെ നമ്മുടെ ഉത്സവങ്ങളൊക്കെ തന്നെ അതത് തനിമയോടുകൂടി ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വരും തലമുറകളെയൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനോണ്ടിരിക്കുന്ന ഓരോ അമ്മമാരും, ഞാൻ എനിക്ക് തോന്നുന്നിരിക്കുന്ന ഏറ്റവും ജൂനിയർ ഞാനായിരിക്കും. എന്നെക്കാളും ഏറ്റവും ജൂനിയർ എന്നല്ല, ഇവിടെ ഇരിക്കുന്ന അമ്മമാരെക്കാട്ടിലും ഒക്കെ തന്നെ കുറച്ച് ജൂനിയർ ഞാനായിരിക്കും. നിങ്ങൾക്ക് എത്രയോ പലപ്പോഴും നമ്മൾ പറയും എത്രയോ ഓണം, നിന്നേക്കാളും എത്രയോ ഓണം ഉണ്ടവരാണെന്ന് പറയാറുണ്ട്. അതുപോലെ എത്രയോ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ് വിളിക്കുന്ന ഓരോ അമ്മമാരും. ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഒന്നുമല്ല, എല്ലാവരും വീട്ടമ്മമാരാണ്. എല്ലാവർക്കും എന്നെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ അമ്മമാരാണ്, നിങ്ങളെല്ലാവരും വീട്ടുജോലി ചെയ്തിട്ടാണ് മക്കളെ നോക്കുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാട് എന്താണെന്ന് മക്കൾ എന്തായാലും അറിയണം. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്, എൻ്റെ മക്കൾ ഒരു കഷ്ടപ്പാട് പറയരുത്, ഒന്നും അറിയണം, എൻ്റെ മക്കൾ എപ്പോഴും നല്ല രീതിയിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളോ ഒന്നും എൻ്റെ മക്കൾ അറിയണ്ട, അവര് നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താണ് സംഭവിക്കുക, അവർ ഒരു കഷ്ടപ്പാടും അറിയില്ല, അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കുഞ്ഞു പറയണ സ്കൂളിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സൈക്കിളുണ്ട്, അച്ഛൻ എനിക്ക് സൈക്കിൾ വാങ്ങിത്തന്നു, പക്ഷെ അച്ഛൻ അത്രയും കഷ്ടപ്പെടാറില്ല. ഒരു സൈക്കിളിൽ ഒരു 500 രൂപ എടുക്കാൻ പോലും, 500 എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു 500 രൂപ എടുക്കാൻ പോലും അച്ഛൻ്റെ കയ്യിൽ കാണില്ല. പക്ഷെ ഈ ഒരു കുഞ്ഞിന് അച്ഛൻ്റെ കഷ്ടപ്പാട് അറിയില്ല. കുഞ്ഞു വിചാരിക്കും എന്താണ്, ഞാൻ എന്ത് ചോദിച്ചാലും അച്ഛൻ വാങ്ങി തരികയാണ് അല്ലെങ്കിൽ അമ്മ വാങ്ങി തരികയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ കാശുണ്ട്, അവരുടെ കഷ്ടപ്പാടൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങി തരുന്ന അച്ഛന് ഈ സൈക്കിളും എനിക്ക് വാങ്ങി തരാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആ അച്ഛനും അമ്മയും എത്രത്തോളം ദിവസം പണിയെടുക്കുന്നു, എത്രത്തോളം കഷ്ടപ്പെടുന്നുവെന്ന് ആ കുഞ്ഞ് മനസ്സിലാക്കണം. ആ കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നാലേ ആ കുഞ്ഞിന് അച്ഛനും അമ്മയോടും സ്നേഹമുണ്ടായിരിക്കും, ഇല്ലാന്നല്ല, അത്രത്തോളം സ്നേഹവും ഒക്കെ തന്നെ. കാരണം എൻ്റെ അച്ഛനും എന്നെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്, അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് കെയർ ചെയ്യുന്നത്, എൻ്റെ ഓരോ കാര്യങ്ങളും നടത്തി തരുന്നത് അത് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് എന്ന് എല്ലാ മക്കളും മനസ്സിലാക്കണം. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് കഷ്ടത അറിഞ്ഞ് തന്നെ മക്കൾ വളരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം, ഇത്രയും അമ്മമാരെ ഒരുമിച്ച് കാണാൻ സാധിച്ചത്, നിങ്ങളെ ഒരു ചെറിയ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമാകുവാൻ എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം. നല്ല രീതിയിൽ ഒരു ഓണം ആഘോഷിക്കുന്ന എല്ലാവരും നിങ്ങളുടെയൊക്കെ തന്നെ ഇത്രയും നാൾ നല്ല ഒരുപാട് ദിവസങ്ങൾ, നല്ല ദിവസങ്ങൾ, ചീത്ത ദിവസങ്ങളൊക്കെ തന്നെ കടന്നുപോയിട്ടുണ്ടാകും. അപ്പോൾ ചീത്ത അനുഭവങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളായിട്ട് കണ്ട് മറന്നു കളയുക, അല്ലെങ്കിൽ ഓരോ തീർച്ചയായും നല്ല അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകട്ടെ. ഈ ഒരു ഓണം പുതിയൊരു തുടക്കം ആകട്ടെ, പുതിയൊരു പ്രതീക്ഷ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നല്ലൊരു ഓണം ആശംസിക്കുന്നു.